ഗാസയിലേക്കുള്ള സഹായ വിതരണം പുനരാരംഭിക്കുന്നതിന് ഇസ്രയേലിന് അനുവദിച്ച സമയപരിധി കഴിഞ്ഞതോടെ ഇസ്രയേലി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്ന പ്രഖ്യാപനമാണ് യമനിലെ ഹൂതികൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഹൂതികൾ പ്രഖ്യാപിച്ച സമയപരിധി പാലിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടത് മൂലമാണ് ചെങ്കടലിലൂടെയുള്ള എല്ലാ ഇസ്രയേലി കപ്പലുകളുടെയും കടന്നുപോക്കൽ നിരോധനം പുനരാരംഭിക്കുന്നതെന്ന് സായുധ സംഘം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരോധനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും ഹൂതികൾ അറിയിച്ചു. സായുധ സംഘം വെളിപ്പെടുത്തുന്നത് ഈ നിരോധനം ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഇസ്രയേലി കപ്പലും പ്രഖ്യാപിത പ്രവർത്തന മേഖലയിൽ ആക്രമിക്കപ്പെടുമെന്നാണ്. അറേബ്യൻ കടൽ, ബാബൽ മദേബ്, കടലിടുക്ക്, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലും ഈ നിരോധനം ബാധകമാണെന്ന കാര്യം സംഘം നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ ബോംബാക്രമണം നടത്തുന്ന ഇസ്രയേലിനെ കടൽപാതയിൽ ലക്ഷ്യമിടാനാണ് ഹൂതികൾ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം. ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തെ അടക്കം ബാധിക്കുകയും ചെയ്യും. അതുപോലെ സുയസ് കനാലിന് പുറത്തുള്ള ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള സമുദ്ര ഗതാഗതത്തിന്റെ ഗണ്യമായ അളവ് ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘയാത്ര നടത്താൻ നിർബന്ധിതരാക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നപ്പോൾ ഇസ്രയേലുമായി ബന്ധങ്ങളുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ സംഘം നിർത്തുകയായിരുന്നു. പക്ഷേ 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിൽ ഹമാസിനെ പിടികൂടിയ ശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. മാർച്ച് 2 യുദ്ധത്തിൽ തകർന്ന ഗാസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും ഇസ്രയേൽ തടഞ്ഞിരുന്നു. പിന്നീട് ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്ന ഭീഷണിയും ഹൂതികൾ ഉയർത്തി. ഗാസയിൽ സഹായ വിതരണം ഇസ്രയേൽ അനുവദിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ ചൊവ്വാഴ്ച നടത്തിയ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2023 നവംബർ മുതൽ യമൻ തീരത്ത് കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ 100-ലധികം ആക്രമണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. ഗാസയിലെ പാലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യമാണ് തങ്ങളുടെ നടപടിയെന്ന് സംഘം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആഗോള കപ്പൽ വ്യാപാരത്തെ തടസ്സപ്പെടുത്തിയ ഒരു ആക്രമണത്തിൽ 2 കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. കുറഞ്ഞത് 4 നാവികരെങ്കിലും ആയിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നത്. നിരവധി നാവികരെ തടവുകാരായി പിടികൂടുകയും ചെയ്യുകയുണ്ടായി. ഈ പ്രചാരണം അമേരിക്കയും യൂറോപ്യൻ യൂണിയനെയും ചെങ്കടലിൽ, ഏദൻ ഉൾക്കടലിലും കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി നാവിക ദൗത്യങ്ങൾ വിന്യസിക്കാനും പ്രേരിപ്പിച്ചിരുന്നു. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും നിരവധി വ്യോമാക്രമണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. ഈ നടപടി ഹൂതികളുടെ പ്രതിച്ഛായ ഗണ്യമായി ഉയർത്തി. എന്നാൽ പ്രാദേശിക ഭീഷണിയിൽ നിന്ന് ഇസ്രയേലി പാശ്ചാത്യ താൽപര്യങ്ങൾക്ക് നേരിട്ട് വെല്ലുവിളി ഉയർത്തുന്ന ഒന്നിലേക്ക് ഗ്രൂപ്പിനെ മാറ്റിയെന്നും വിശകലന വിദഗ്ധർ എല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ മാസം ആദ്യം അൽ-നാസർ അല്ലാഹ് എന്നറിയപ്പെടുന്ന ഹൂതി പ്രസ്ഥാനത്തെ വിദേശ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. വെടിനിർത്തൽ കരാറിന്റെ കാലാവധി കഴിഞ്ഞിരിക്കെ ഗാസയെ വീണ്ടും പട്ടിണിക്കിടാനുള്ള നീക്കങ്ങളാണ് ഇസ്രയേൽ കൂടുതലും നടത്തിയിരുന്നത്. കൂടാതെ ഉപരോധം ശക്തമാക്കിയും ഡിസലേഷൻ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗാസ മുനമ്പിലേക്കുള്ള ഏക വൈദ്യുതി ലൈൻ മുറിച്ചും പട്ടിണി അടിച്ചേൽപ്പിക്കാൻ ഇസ്രയേൽ കാര്യമായി ലക്ഷ്യമിടുന്നതെന്നും ഖത്തറും ജോർദാനും ആരോപിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങളും ഇസ്രയേൽ തടയുകയായിരുന്നു ചെയ്തത്. ആവശ്യ സാധനങ്ങളുമായി എത്തിയ ആയിരക്കണക്കിന് ട്രക്കുകളാണ് അതിർത്തിയിൽ പ്രവേശനാനുമതിക്കായി നിന്നിരുന്നത്. എന്നാൽ തുടർന്ന് ഇസ്രയേലിന് അന്ത്യശാസനവുമായി യമനിലെ ഹൂതികൾ വരികയായിരുന്നു. ഗാസയെ പട്ടിണിക്കിട്ടാൽ ചെങ്കടൽ വെച്ച് തിരിച്ചടിക്കുമെന്നാണ് ഇവർ ഇസ്രയേലിന് നൽകിയ മുന്നറിയിപ്പ്. ഗാസയിലേക്കുള്ള സഹായങ്ങൾ 4 ദിവസത്തിനകം പുനരാരംഭിക്കണം, ഇല്ലെങ്കിൽ ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾ ലക്ഷ്യമാക്കി ആക്രമണം പുനരാരംഭിക്കുമെന്നും ഹൂതികൾ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഹൂതി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂതി ടെലിവിഷൻ പ്രഭാഷണം വഴിയായിരുന്നു ഈ താക്കീത് ഇസ്രയേലിന് കൊടുത്തിരുന്നത്. ഇസ്രയേലിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന ഭീഷണിയും അവർ ഉയർത്തുകയുണ്ടായി. ഇതിനായി ഇവർക്ക് 4 ദിവസമായിരുന്നു നൽകിയിരുന്നത്. മധ്യസ്ഥർക്ക് ഇടപെടാനുള്ള അവസരമായിരുന്നു ഈ 4 ദിവസങ്ങൾ. അത് കഴിഞ്ഞ് ഗാസയിലേക്കുള്ള സഹായം തടയുകയും വഴികൾ അടച്ചിടുകയുമാണെങ്കിൽ ശത്രുക്കൾക്കെതിരായ നാവിക ഓപ്പറേഷൻ തങ്ങൾ പുനരാരംഭിക്കുമെന്നും അദ്ദേഹം വെള്ളിയാഴ്ച പുറത്തുവിട്ട സന്ദേശത്തിൽ ശക്തമായി തന്നെ പറഞ്ഞിരുന്നു. ഗാസയിലേക്കുള്ള സഹായ വിതരണം തടയുക, പാലസ്തീനിലെ ഈ പ്രദേശത്തേക്ക് ക്ഷാമം തിരിച്ചു വരികയോ ചെയ്യുന്നത് ശരിക്കും യമന് സഹിക്കാൻ കഴിയുകയില്ല. സയനിസ്റ്റ് ശത്രു പാലസ്തീനുമായുള്ള വ്യവസ്ഥകളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തിരുന്നു. ചെങ്കടലിലെ ആക്രമണം ഹൂതികൾ പ്രധാനമായിട്ടും നിർത്തിവെച്ചത് ഗാസ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്നാണ്. എന്നാൽ ഗാസയ്ക്കെതിരെ ഇസ്രയേൽ വീണ്ടും ആക്രമണം ആരംഭിക്കുകയാണെങ്കിൽ തങ്ങൾ നോക്കി നിൽക്കില്ലെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഹൂതികൾ നൽകുന്നത്. നേരത്തെ നടത്തിയ ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ സഹിതമാണ് ഇവർ മുന്നറിയിപ്പ് മുന്നോട്ട് വെച്ചത്. ഗാസ ആക്രമണം ഏതാണ്ട് 3 മാസം പിന്നിട്ടപ്പോഴാണ് ഇസ്രയേലിനെതിരെ ചെങ്കടൽ ആക്രമണവുമായി ഹൂതികൾ പ്രധാനമായിട്ടും രംഗത്ത് വന്നിരുന്നത്. ലോകശക്തികളായ അമേരിക്കയും ഇസ്രയേലിനെയും പിടിച്ചുകുലുക്കുന്ന നീക്കമായിരുന്നു ഹൂതികളുടെ ഈ നീക്കമെന്നും പറയാം.